Next is a theorem, important theorem. Every subgroup of a cyclic group is cyclic. Every subgroup of a cyclic group is cyclic. Cyclic group, let G be a cyclic group. G is a cyclic group. Then every subgroup of a cyclic group. So take a subgroup H. H a subgroup of G. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ദാറ്റ് H is cyclic. So consider G as the cyclic group, H a subgroup of G. So we have to prove that H is cyclic എന്ന് പ്രൂവ് ചെയ്യണം. Okay. So since G is cyclic ആണല്ലോ. So every that means G is generated by an element A അല്ലേ? അപ്പോൾ ജിയിലെ എല്ലാ എലമെൻറ്റ് ഏത് ഫോമിലായിരിക്കും? സം a raised to n ഫോമിലായിരിക്കും. n belong to integer, set of integers. Okay. So since G is a cyclic group, every element of G is of the form set of all a raised to n. Every element a raised to n ഫോമിലായിരിക്കും. ദാറ്റ് ഈസ് ഇത് A ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും ജിയിലെ എലമെൻറ്റ്സ് എല്ലാം. ക്ലിയർ അല്ലേ? ഇനി H സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ട? H സൈക്ലിക്. സപ്പോസ് എച്ചിനകത്ത് വേറെ ആരുമില്ല. സപ്പോസ് H ഇസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇറ്റ് സെൽഫ്. ട്രിവിയൽ ഗ്രൂപ്പാണ് H എന്ന് വെച്ചാൽ എന്താണ്? എച്ചിനകത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. H കണ്ടെയ്ൻസ് ഓൺലി ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഈ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പം അതിനെക്കുറിച്ച് എന്ത് പറയാം? സോ E റേസ് ടു n, ദാറ്റ് ഇസ് E ഇൻറ്റു അല്ലേ? എത്ര തവണ E മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? വി ഗെറ്റ് E ഇറ്റ് സെൽഫ്. സോ E റേസ് ടു n E തന്നെ അല്ലേ? ദാറ്റ് മീൻസ് E is the generator of this H. Okay, that means H is cyclic. So if H is E itself, H nathu E മാത്രമേ ഉണ്ടെങ്കിൽ H contains only identity element, then H is cyclic. That is trivial. അതൊരു ട്രിവിയൽ കേസാണ്. സോ നെക്സ്റ്റ് കേസ് എന്ന് വെച്ചാൽ H എന്താവില്ല? ഐഡൻറ്റിറ്റി അല്ലാതെ ട്രിവിയൽ അല്ലാത്ത ഏതോ ഒരു സബ് ഗ്രൂപ്പാണ് H. സോ കൺസിഡർ H ആസ് എനി അതർ സബ് ഗ്രൂപ്പ് അതർ ദാൻ E. ട്രിവിയൽ അല്ല. ഓക്കെ. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് H സൈക്ലിക്. സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. H ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G അല്ലേ? H ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G. ഈ സിമ്പിൾ സബ് ഗ്രൂപ്പിൻ്റെ ആണ്. ദിസ് സിമ്പിൾ മീൻസ് സബ് ഗ്രൂപ്പ്. ഇത് നമ്മൾ സബ്സെറ്റ് ആയിട്ട് എഴുതും, സബ്സെറ്റ്. ബട്ട് ദിസ് സിമ്പിൾ ഇസ് സബ് ഗ്രൂപ്പ്. ഓക്കെ. സോ H ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G. ദെൻ ജിനകത്തെ എലമെൻ്റ് എല്ലാം a raised to n ആണ്. So all the elements in G are of the form a raised to n. Therefore Hനകത്തെ എലമെൻറ്റ് ഏത് ഫോമിലായിരിക്കും? a raised to n ഫോമിലായിരിക്കുമല്ലോ. So we can take it as a raised to k. So a raised to k belong to H. Clear അല്ലേ? Because H is a subgroup of G. All the elements in G are of the form a raised to n, a ൻ്റെ പവർ. സോ Hൽ എലമെൻറ്റ് എന്ത് തന്നെ ആയിരിക്കും? a raised to k ഫോമിലായിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, യു ഹാവ് ടു പ്രൂവ് ദാറ്റ് H is cyclic. അതായത് there is a ജനറേറ്റർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് H എലമെൻറ്റിൽ a raised to k ആണ്. ഫോർ എക്സാമ്പിൾ a സ്ക്വയർ ആവാം, a ക്യൂബ് ആവാം, a raised to 4, a raised to 10, a raised to -10, a raised to -4, എക്സെട്ര എക്സെട്ര. സോ Hൽ എലമെൻ്റ് എല്ലാം ഈ ഒരു ഫോമിലായിരിക്കും, കാരണം H സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ചെറിയ പവർ പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടുള്ള എയിൻ്റെ പവർ ആരാ? വിച്ച് ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ഇൻ ദിസ് നമ്പേഴ്സ്? a square, isn't it? a square is the least, a raised to 2. 2 is the least positive integer such that a raised to 2, a square belong to H. ഇല്ല, അപ്പോൾ Hനകത്ത് ഇതുപോലുള്ള എലമെൻ്റ് ആണെങ്കിൽ, ഈ ടൈപ്പ് ഓഫ് എലമെൻ്റ് ആണെങ്കിൽ ഏറ്റവും ചെറിയൊരു എലമെൻറ്റ് നമുക്ക് പവറുള്ള എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് a സ്ക്വയർ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ബാക്കി എലമെൻറ്റിനെ നമുക്ക് a സ്ക്വയറിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് അറിയണം, അതിന് വേണ്ടിയാണ്. ഓക്കെ. അപ്പം ലെറ്റ് ജനറലി a raised to t be the element in H. കാരണം Hൽ a raised to k ഉണ്ടല്ലോ. സോ kന് വരെ നമ്മൾ t എടുത്തതേ ഉള്ളൂ. ലെറ്റ് a raised to t belong to H, where t is the smallest positive integer. Okay, t is the smallest positive integer.
അങ്ങനെയുള്ളൊരു എ റൈസ് ടു ടി നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് ദാറ്റ് എച്ച് ഇസ് സൈക്ലിക്. അഗെയിൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം വീണ്ടും വീണ്ടും പറയാൻ കാര്യം നമുക്ക് എന്താണ് നമുക്ക് കിട്ടേണ്ടത് അറിയാൻ വേണ്ടിയാണ്. To prove that H is cyclic, that is, we have to prove that, so we have taken this t is the smallest positive integer, so a raised to t belong to H. So we have to prove that a raised to t is the generator for H എന്ന് prove ചെയ്യണം. Okay, H cyclic ആണെന്ന് prove ചെയ്യാൻ there exists an generator. Cyclic means what? ഒരു നമ്പറിൻ്റെ പവറായിട്ട് അതിനകത്തുള്ള എല്ലാ എലമെൻറ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റണം എ റൈസ് ടു എൻ ഫോമിൽ. ഓക്കെ, അപ്പോൾ ഹിയർ ഓൾസോ ടു പ്രൂവ് ദാറ്റ് എച്ച് ഇസ് സൈക്ലിക് വി ഹാവ് ടു ഗെറ്റ് ദ ജനറേറ്റർ എ റൈസ് ടു ടി ബിക്കോസ് ടി ഈസ് ദ സ്മോളസ്റ്റ് ഇൻറ്റീജർ. അങ്ങനെ നമ്മൾ എ റൈസ് ടു ടി ആണ് എച്ചിൻ്റെ ജനറേറ്റർ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ റൈസ് ടു ടി ഈസ് ദ ജനറേറ്റർ ഓഫ് എച്ച്. ഓക്കെ, ഇനി നമുക്ക് let b be another element in H. Let b belong to H and b is of the form a raised to s. H-നകത്ത് വേറെ എലമെൻ്റ് ഉണ്ട് b. അതായത് നമ്മളിവിടെ a raised to -4 എടുത്തില്ലേ, അതുപോലെ ഒരു എലമെൻറ്റ് അത് a raised to s ആണ്. സോ ഹിയർ ഇൻ ദ പ്ലേസ് ഓഫ് s ഇവിടെ നമുക്ക് -4 വരുന്ന പോലെ. ഓക്കെ, സോ ലെറ്റ് b belong to H where b is equal to a raised to s. Then this s ടി ആണല്ലോ ഏറ്റവും ചെറിയ ഇൻറ്റീജർ. അപ്പോൾ എസ് ടീനേക്കാൾ വലുതാണല്ലോ. സോ നമുക്ക് എസ്സിനെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വലിയ നമ്പർ 4നെ നമുക്ക് 3ൻ്റെ മൾട്ടിപ്ലൈഡ് എന്ന് വെച്ചാൽ എ റൈസ് ടു 3 ഉണ്ടെന്ന് വിചാരിക്കാം. എ റൈസ് ടു 4 കുറച്ചുകൂടെ വലിയ നമ്പർ, 4 ഇസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ നമുക്ക് 4 നമുക്ക് എങ്ങനെ എഴുതാം? ടി ഇൻറ്റു 1 + 1 എന്ന് എഴുതാമല്ലോ. ഡിവിഷൻ അൽഗോരിതമാണ്. അതായത് 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് 1 ആസ് ദി കോഷ്യൻ്റ് 1 ടൈം, റിമൈനിങ് 1, റിമൈൻഡർ ഇസ് 1. സോ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ 3 ഇൻറ്റു 1 പ്ലസ് ദിസ് റിമൈൻഡർ. ഓക്കെ, 3 ഇൻറ്റു 1 പ്ലസ് ദിസ് റിമൈൻഡർ, അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അതുപോലെ സിമിലർലി എസ് ഈസ് എ നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ടി ബിക്കോസ് ടി ഈസ് ദ സ്മോളസ്റ്റ് വൺ. സോ എസ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ ടി. സോ വി ഗെറ്റ് എ കോഷ്യൻ്റ് ആസ് ക്യൂ ആൻഡ് എ റിമൈൻഡർ ആർ. ഓക്കെ, ദിസ് ഈസ് ബൈ ഡിവിഷൻ അൽഗോരിതം. നമ്മൾ സാധാ ഡിവിഷൻ ഇല്ലേ, ഒരു നമ്പറിനെ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യൻറ്റും ഒരു റിമൈൻഡറും കിട്ടും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡിവിഷൻ അൽഗോരിതം. സോ ബൈ ഡിവിഷൻ അൽഗോരിതം എസ് ഇസ് ഈക്വൽ ടു ക്യൂ ടി പ്ലസ് ആർ ബിക്കോസ് വി ആർ ഡിവൈഡിങ് എസ് ബൈ ടി ആണ് കേട്ടോ. അപ്പോൾ ഈ ആർ എന്തായിരിക്കും? ആറ് റിമൈൻഡർ ഒന്നുകിൽ 0 ആവും അല്ലെങ്കിൽ 0-നേക്കാളും വലിയൊരു നമ്പർ ആവാം. ഇവിടെ ഇപ്പോൾ 1 കിട്ടിയില്ലേ, 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ 0-നേക്കാൾ വലിയൊരു ഇൻറ്റീജറാണ് ആറ് ആൻഡ് ആർ ഇസ് ലെസ് ദാൻ ടി ഓൾസോ. ഇവിടെ എന്തായാലും 4 വരില്ലല്ലോ. 4 ആണെങ്കിൽ നമുക്ക് ഇനിയും ഇതിനകത്ത് 1 ടൈം അല്ല 2 ടൈം പോകും നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ ഇറ്റ് ഇസ് ദിസ് റിമൈൻഡർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ഡിവൈസർ. ഹിയർ ദ ഡിവൈസർ ഇസ് ടി, സോ റിമൈൻഡർ ഇസ് ലെസ് ദാൻ ടി. ഓക്കെ, സോ റിമൈൻഡർ ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഇറ്റ് ഇസ് ലെസ് ദാൻ ടി. ഇനി നമുക്ക് അപ്പോൾ എസ്സിനെ നമ്മൾ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് എ റൈസ് ടു, ഇവിടെ എ റൈസ് ടു എസ് ഉണ്ടല്ലോ, എ റൈസ് ടു എസ്സിനെ എങ്ങനെ എഴുതാം? എ റൈസ് ടു ക്യൂ ടി പ്ലസ് ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എ റൈസ് ടു ക്യൂ ടി ഇൻറ്റു എ റൈസ് ടു ആർ, എ റൈസ് ടു എം പ്ലസ് എൻ. ദാറ്റ് ഈസ് എ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു ക്യൂ, അങ്ങനെ എഴുതാമല്ലോ, ഇൻ റൈസ് ടു ആർ എന്ന് എഴുതാം. ഓക്കെ, സോ എ റൈസ് ടു എസ് ഇസ് എ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു ക്യൂ ഇൻറ്റു എ റൈസ് ടു ആർ എന്ന് എഴുതാം. അപ്പോൾ ഇതും നമുക്ക്, സോ ദിസ് ഇസ് എ റൈസ് ടു എസ്. സോ വാട്ട് ഇസ് എ റൈസ് ടു ആർ? എ റൈസ് ടു എസ് ഡിവൈഡഡ് ബൈ എ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു എ റൈസ് ടു എസ് ഇൻറ്റു എ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ. എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ ആണല്ലോ. എ റൈസ് ടു എസ് ഇത് നോക്കിയേ, കൺസിഡർ ദിസ് വൺ. എ റൈസ് ടു എസ് എവിടെയുള്ള എലമെൻ്റാണ്? ബിലോങ് ടു എച്ച് അല്ലേ. എച്ച് എ റൈസ് ടു എസ് ബി ആണ്, ബി ബിലോങ് ടു എച്ച്. എ റൈസ് ടു ടി എവിടെയുള്ള എലമെൻ്റാണ്? എ റൈസ് ടു ടിയും നമ്മൾ
എച്ചിലുള്ള എലമെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ബിലോങ് ടു എച്ച്. അപ്പോൾ എ റൈസ് ടു ടി ബിലോങ് ടു എച്ച് ആവുമ്പോൾ എ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂവും എച്ചിലുണ്ടാവുമല്ലോ, ബിക്കോസ് എച്ച് സബ് ഗ്രൂപ്പാണ്. സബ് ഗ്രൂപ്പിനകത്ത് എന്താണ് ഹോൾ റൈസ് ടു മൈനസ് ക്യൂ ഉണ്ടാവും, സബ് ഗ്രൂപ്പല്ലേക്കും ഇല്ലേ, ഇൻവേഴ്സും അതിനകത്തുണ്ടായിരിക്കും. സോ എ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂവും എച്ചിലുള്ള എലമെൻ്റാണ്. സോ ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് ദിസ് എലമോങ് ടു എച്ച്, ദിസ് ഇസ് ഓൾസോ ബിലോങ് ടു എച്ച്, സോ ദി പ്രോഡക്റ്റ് ഓൾസോ ബിലോങ് ടു എച്ച്. അപ്പോൾ ഇത് ഈ പ്രോഡക്റ്റ് എച്ചിലുള്ള എലമെൻ്റാണ്. അപ്പോൾ ആരാ എച്ചിലുള്ള എലമെൻറ്റ്? therefore a raised to r belong to h, isn't it? Finally we got a raised to r belong to h. a raised to r എച്ചിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ a raised to r എച്ചിലുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് ദിസ് r? r എങ്ങനത്തെ നമ്പറാണ്? ടീനേക്കാളും ചെറിയ നമ്പറാണ്. r is less than t നമ്മൾ എടുത്തു, r greater than or equal to 0 എന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ വാട്ട് അബൌട്ട് ദിസ് t? ടീൻ്റെ സെലക്ഷൻ എങ്ങനെയാണ്? t is the smallest positive integer such that a raised to t belong to t, h. ഓക്കെ, t ഏറ്റവും ചെറിയ നമ്പറാണ്, ആറിനേക്കാളും ചെറിയ നമ്പറാണ് t. ഓക്കെ, t സ്മോളസ്റ്റ് ഇൻറ്റീജർ പോസിറ്റീവ് ഇൻറ്റീജർ സച്ച് ദാറ്റ് a raised to t belong to h. അതായത് എച്ചിനകത്തുള്ള ഏറ്റവും ചെറിയ പവറാണ് a raised to t. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഈ ടീന് ചെറിയൊരു നമ്പറാണ് 6. നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? എ റൈസ് ടു 6 എച്ചിലുണ്ടെന്ന് കിട്ടി. അപ്പം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നതിനൊരു കോൺട്രഡിക്ഷൻ അല്ലേ? വി ഹാവ് അസ്യൂം ദാറ്റ് ടി ഈസ് ദ സ്മോളസ്റ്റ് ഇൻറ്റീജർ സച്ച് ദാറ്റ് എ റൈസ് ടു ടി ബിലോങ് ടു എച്ച്. therefore ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. ദിസ് ഈസ് നോട്ട് പോസിബിൾ. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട്, അതായത് എ റൈസ് ടു എസ് എന്ന് എടുത്തിട്ട് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തുമ്പോഴാണ് നമുക്കിങ്ങനെ കിട്ടിയത്. So what is the conclusion? Therefore we can conclude that since r less than t but a raised to r does not belong, a raised to r cannot be in h, okay, because t is the smallest one. അപ്പോൾ അതിനേക്കാൾ ചെറിയതിനകത്തില്ല. therefore we only possibility is r 0 ആവണം, അതാണ് പോസിബിലിറ്റി. ഓക്കെ, അങ്ങനെ ഒരു r ഉള്ളത് കൊണ്ടുള്ള ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ r 0 ആണ്, അങ്ങനെ ഒരു r ഇല്ല. അപ്പോൾ r 0 സംഭവിക്കും. എസ് നമുക്ക് എങ്ങനെ എടുത്തിട്ടുണ്ട്? qt പ്ലസ് r എന്നല്ലേ. സോ ദിസ് ബിക്കംസ് qt എന്നാവും. അപ്പോൾ എ റൈസ് ടു എസ് എന്തായി? എ റൈസ് ടു qt ആയി. ദാറ്റ് ഇസ് എ റൈസ് ടു ടി, ദാറ്റ് ഇസ് എ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു ക്യൂ ആയി. ഓക്കെ, ഇതിനെന്ത് മനസ്സിലായി? എ റൈസ് ടു എസ് എവിടുത്തെ എലമെൻ്റാണ്? എ റൈസ് ടു എസ് ബി ഇതിലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് എ റൈസ് എസ് ബിലോങ് the whole raised to q ആണ്, അതായത് a raised to ന്റെ പവർ ആണ്. that means it is the power of a raised to t. അപ്പോൾ a raised to s ഏതോ ഒരു s നമ്മൾ എടുത്താണ്. അപ്പോൾ ഏതൊരു എലമെൻ്റ് എടുത്താലും അതെന്തായിരിക്കും? a raised to t ന്റെ പവർ എന്നായിരിക്കും ഇവിടെ കിട്ടും. that means h is a raised to t the whole raised to q such that q belong to z എന്ന് കിട്ടിയില്ലേ? എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? that means a raised to t ആണ് ഇവിടുത്തെ ജനറേറ്റർ. ഓക്കെ, a raised to t ആണ് ജനറേറ്റർ. so there is a generator, therefore h is cyclic. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ തിയറമായിട്ട് എഴുതിയിട്ടുണ്ട്. എവറി സബ് ഗ്രൂപ്പ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ഇസ് cyclic. let g be a cyclic group. a generator, x is equal to a raised to n എന്ന് എഴുതാം. അപ്പോൾ h സബ് ഗ്രൂപ്പാണ്. ഒരു എലമെൻ്റ് a എടുത്തു. ഓക്കെ, എച്ചിൽ എലമെൻ്റിൽ എ സ്ക്വയർ എ ക്യൂ ഫോമിലായിരിക്കും. അപ്പോൾ അതർ ദാൻ ഐഡൻറ്റിറ്റി നമ്മൾ ഒരെണ്ണം എടുത്തു. ടി പോസിറ്റീവ്, സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ സച്ച് ദാറ്റ് എ റൈസ് ടു ടി ബിലോങ് ടു എച്ച്. നെക്സ്റ്റ് ടു പ്രൂവ് ദാറ്റ് എ റൈസ് ടു ടി ഈസ് ദ ജനറേറ്റർ. സോ ഇറ്റ് ഈസ് പോസിബിൾ. ബി ഈസ് ഈക്വൽ എ റൈസ് ടു എസ് എച്ചിലുണ്ടെന്ന് എടുത്തു. എസിനെ ക്യൂ ടി പ്ലസ് ആർ ബൈ ഡിവിഷൻ അൽഗോരിതം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ടി. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ടി മീൻസ് r greater than or equal to 0 യും r less than t. Okay, that is r is the remainder obtained when s is divided by t, which is possible since t is the smallest integer. So a raised to s ൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സ്പ്ലിറ്റ് ചെയ്തു. since a raised to s belong to h, a raised to minus qt ഇലുണ്ട്. so a raised to r belong to h, which is a contradiction. since a raised to t in h is the smallest one, so only possibility is that r is equal to 0. therefore a raised to t is belong to h is the generator. Okay.